ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസുബ്ഹാനല്ലാഹിൽ അസീം. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമളാനിലെ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ദിവസവും സന്ദർഭവും സമയവുമാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളുടെയൊക്കെ മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കും നീളവും വലിപ്പമൊക്കെ കുറയും, ഗൗരവം വർദ്ധിക്കും. അതുകൊണ്ട് ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക. 6 കാര്യങ്ങൾ നമുക്ക് ഈ റമളാനിൽ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഒന്നാമത്തേത് മഗ്ഫിറത്തു ദുനൂബ്, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക എന്നതായിരുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം അതാണ്. തെറ്റുകൾ പൊറുക്കുന്നത് അല്ലാഹുവാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാ തെറ്റുകൾ പൊറുക്കുക എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി അല്ലാഹുവിനോടാണ്. ഒരു സഹോദരനോട് നമ്മൾ ചെയ്യുന്ന തെറ്റ് പോലും അടിസ്ഥാനപരമായി അല്ലാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്. കാരണം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അപ്രകാരമുള്ളതാണ്. ആ വിധിവിലക്കുകൾക്കെതിരെയുള്ള പ്രവർത്തനമാണ് അത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ കഴിഞ്ഞുപോയ ഇന്നലകളിലെ തെറ്റുകളൊക്കെ അള്ളാഹു എനിക്ക് പുറത്തു നിന്ന് ഒരു പുതിയ പേജുമായാണോ? നമ്മളുണ്ടല്ലോ, ഒരു വർഷം തുടങ്ങുമ്പോൾ ഡയറി എഴുതുന്നവർ ജനുവരി 1 പുതിയ പുസ്തകം എടുത്ത് പുതിയ പേജാണ് എഴുതി തുടങ്ങും. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശവ്വാൽ 1 നമ്മളൊരു പുതിയ ഡയറി എടുക്കണം. നമ്മുടെ മനസ്സാകുന്ന ഡയറി ശവ്വാൽ 1 മുതൽ ആ പുതിയ പേജിൽ നമുക്ക് എഴുതി തുടങ്ങാനാവണം. ആ പുതിയ പേജ് വെള്ള പേജാണ്, മഷി പുരണ്ടിട്ടില്ല, എഴുതാൻ ഒരുപാട് സ്ഥലമുണ്ട്. ആ ഒരു മനസ്സോടുകൂടി നമുക്ക് ഈ റമളാനിനെ അവസാനിപ്പിക്കാനും ശവ്വാലിനെ സ്വാഗതം ചെയ്യാനുമാകണം. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന 3 വാഗ്ദത്തങ്ങൾ നൽകി നോമ്പിൽ. ഒന്ന്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഹദീസിന്റെ അർത്ഥം പറയേണ്ടതില്ലാത്തത് നമുക്കൊക്കെ അതറിയാം. ഈമാനോടെ ഇഹ്തിസാബോടെ നോമ്പോറ്റാൽ
പാപങ്ങൾ, കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. രണ്ടാമത്തേത് മൻ ഖാമ റമളാൻ ഈമാനം വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടും എഹ്തിസാബോടും കൂടി റമളാനിൽ നിന്ന് നമസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും. മൂന്നാമത്തേത്, ഞാനിത് പറയുന്നത് എന്തിനാ വെച്ചാൽ, മൂന്നാമത്തേത് ഇത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒന്നാമത്തത് പറയുമ്പോൾ ഒന്നാമത്തത് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നാൽ എനിക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാവുമല്ലോ, അത് പരിശോധിക്കാനാണ്. ഇതാണ് രണ്ടെണ്ണം. മൂന്നാമത്തേത് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ. ലൈലത്തുൽ ഖദ്റിൽ, ഖദറിന്റെ രാവിൽ മാത്രം എന്നില്ല, ഖദറിന്റെ രാവിൽ മാത്രം ഈമാനോടെ ഇഹ്തിസാബോടെ നിന്ന് നമസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഈ മൂന്നിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ പെടുവോ, പെട്ടിട്ടുണ്ടോ? ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. പെട്ടിട്ടില്ല എന്ന് തോന്നുന്ന മനസ്സുകൾ ധാരാളമാണ്. നമുക്കൊക്കെ തോന്നുന്നുണ്ടാവും, പെട്ടോ ഇല്ലേ എന്നൊരു സംശയം. സമയമുണ്ട്, അവസാനിച്ചിട്ടില്ല. അള്ളാഹു വെള്ളിയാഴ്ച തന്നത് ഭയങ്കര ഒരു റാഹത്തുള്ള വെള്ളിയാഴ്ച. ഒന്ന് 27-ാം രാവിന്റെ അന്ന് പകലാണ്, 2 ഇനിയുണ്ട്, 2-3 ദിവസം. അപ്പൊ നമുക്ക് അവസരമുണ്ട്. അങ്ങനെ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് സന്ദർഭമാണ് അള്ളാഹു നൽകിയത്. രണ്ടാമത്തെ വിഷയം, 6 കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യം, നോമ്പിൽ നമുക്ക് കിട്ടേണ്ടത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അൽ ഇത്ഖു മിനൻ നാർ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, വലില്ലാഹി വതഖാഉ മിനൻ നാരി ഫീ റമളാൻ വദാലിക കുല്ല ലൈലത്തിൻ. എല്ലാ രാത്രിയിലും, റമളാനിലെ എല്ലാ രാത്രിയിലും അള്ളാഹു കുറെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മളതിൽ പെട്ടിട്ടുണ്ടോ? അപ്പൊ നരകത്തിലേക്ക് പോകും എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞുപോയ റമളാനിലെ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക എന്നുള്ളത്. അള്ളാഹുവിന്റെ തൗഫീഖാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ത് സ്വർഗം കിട്ടുക. അപ്പൊ സഹാബികൾ നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങളും അങ്ങനെ തന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം എന്താ? ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ അങ്ങോട്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും എന്ത് കിട്ടൂല? സ്വർഗം കിട്ടില്ല. അള്ളാഹിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്. ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, റമളാൻ മാസത്തിൽ പോലും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ. അവർ ജീവിതത്തിൽ അലിഞ്ഞുപോയത്. അള്ളാഹു നമ്മ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കുമാറാകട്ടെ. ഫിത്നയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നരകമോചനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ വർഷത്തെ റമളാനിൽ? മൂന്നാമത്തേത്, നന്മകളുടെ നിധികളാണ് അള്ളാഹു റമളാനിൽ നൽകിയത്. ഹസനാത്തുകളുടെ നിധികൾ. എന്ത് ചെയ്താലും ഒരുപാട് കൂലിയാണ്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ. എന്തെങ്കിലും ഒരു നന്മയുമായി ഈ റമളാനിൽ എന്നോടടുത്താൽ, അള്ളാഹുവിന്റെ വാക്കാണ്, അള്ളാഹുലേക്ക് അടുത്താൽ, കമൻ അദ്ദാ ഫരീള, ഒരു നിർബന്ധമായ കാര്യം ചെയ്തതുപോലെയാണ്. വമൻ അദ്ദാ ഫരീള കമൻ അദ്ദാ 70 ഫരീള. ഒരു നിർബന്ധമായ കാര്യം ചെയ്താൽ 70 ഫർള് ചെയ്ത പോലെ. ആലോചിക്കാൻ അള്ളാഹുവിന്റെ ആ വിശാല വലിപ്പം. എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂലിയാണ്. ഒരു ഫർള് ചെയ്താലോ 70 ഫർള് ചെയ്ത കൂലിയാണ്. അങ്ങനെ അള്ളാഹു പിന്നെ ഒരുപാട് എല്ലാത്തരം അമലുസാലിഹാത്തുകളിലും കൂടിച്ചേർത്തിട്ടുണ്ട് റമളാനിൽ. എന്നുവെച്ചാൽ അള്ളാഹു ചാൻസ് തരാ ചെയ്യാൻ, വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ, കൂടുതൽ ചെയ്യാൻ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എവിടെ നിൽക്കുന്നു അതിൽ. ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കി. അമലുസാലിഹാത്തുകളായെല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്നു മുതൽ നമ്മൾ നമ്മുടെ എല്ലാ അമലുകളും എന്താക്കണം? അമലുസാലിഹാത്താക്കണം. പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട് തന്നെ. നെയ്യത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമലുസാലിഹാത്താക്കാൻ പറ്റും. നമുക്ക് സാധിച്ചോ? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നെയ്യത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉറങ്ങുന്നത് പോലും പറഞ്ഞില്ലേ? ഓക്കെ, ഉറക്കം പോലും, അതെ, കളി പോലും
നമ്മുടെ അള്ളാഹു നമുക്ക് അനുവദിച്ച വിനോദം പോലും എന്താണ്? അമൽ സാലിഹത്താക്കാം. നമുക്കതിന് സാധിച്ചോ? ആ ഒരു ഹിമ്മത്ത് നമുക്ക് കിട്ടിയോ? കരുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വളരെ വലിയ സംഗതി. വെറും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഓതലും സദഖ ചെയ്യലും മാത്രമല്ല എന്ത് അമൽ സാലിഹത്ത്. ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കി. എന്ത് തോന്നിയാസം ചെയ്യാം, എന്നിട്ടൊരു ഹജ്ജും ചെയ്യാം, ഒരു ഖത്തം ഖുർആൻ ഓതി തീർക്കുക, പിന്നെ കുറച്ച് സദഖയാണ് കൊടുത്താൽ എന്തായി? അതല്ല അമലു സാലിഹാത്ത്. നമ്മൾ മനസ്സിലാക്കുക, മുസ്ലിമായ മനുഷ്യന്റെ മുച്ചൂടും ശുദ്ധീകരിക്കാനും വിമലീകരിക്കാനും വേണ്ടി അള്ളാഹു നൽകിയ ഒരു വലിയ അവസരമാണെന്ത് അമലു സാലിഹ്. അതുകൊണ്ടാണല്ലോ നോക്കുങ്ങൾ, ഈമാൻ കഴിഞ്ഞാൽ അടുത്തതെന്താ? ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, അവർക്കാണ് സ്വർഗം. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. യാ സലാം. സൽക്കാരമായി അവർക്ക് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകുന്ന. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമയാകുന്ന അമലു സാലിഹാത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ മാറണം. ഇനി എല്ലാം നിയ്യത്ത് കൊണ്ട് എല്ലാം എന്റേത് എന്താണ്? ഒന്നും എനിക്കൊരു സെക്കൻഡ് പോലും അള്ളാഹു എന്റേതായി നിശ്ചയിച്ചിട്ടുള്ള ഏട്ടിൽ ഒരു സെക്കൻഡ് പോലും എന്റെ ജീവിതത്തിൽ നന്മയുടെ എന്തെങ്കിലും എഴുതപ്പെടാത്തത് ഇനി എന്താകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഉണ്ടാകാൻ പാടില്ല ഇനി അങ്ങോട്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലും എന്തായിരിക്കണം? നല്ലതായിരിക്കും. അല്ലാത്ത ചിന്തിക്കണ്ട. എന്തിനാ ചിന്തിക്കണം? അല്ലാത്ത നമ്മൾ ചിന്തിക്കാൻ പോകേണ്ട ആവശ്യം. നമ്മളെക്കുറിച്ച് ആൾക്കാർ ചിന്തിച്ചോട്ടെ, നമ്മൾ ബേജാറാണ്ട. നമ്മൾ ബേജാറൊന്നും വേണ്ട. അവൻ അങ്ങനെ ചിന്തിക്കണില്ല, അവൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇവൻ അങ്ങനെ വിചാരിക്കണില്ലേ, വിചാരിച്ചോട്ടെ. നമുക്ക് എന്താ നഷ്ടം? നഷ്ടാർക്കാ? വിചാരിച്ചവനാ. നമ്മളെപ്പോഴും അത് ശരിക്കും നമ്മളെ മനസ്സിൽ അത് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ മുസ്ലിമാവുള്ളൂ. അപ്പോഴേ നമ്മൾ മുസ്ലിമാവുള്ളൂ. മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒക്കെ നാവുകൊണ്ടും കൈകൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ മുസ്ലിമീങ്ങൾ നമ്മളിൽ നിന്ന് സുരക്ഷിതരാകണം. അവരെന്തേ വിചാരിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എന്തേ നഷ്ടം വരുമോ? നഷ്ടം വരില്ല. അള്ളാഹു എന്താണോ കണക്കാക്കിയത് ഉണ്ടാകാം. ആ കാര്യത്തിലൊരു സംശയമുണ്ട്. അള്ളാഹു എന്താണോ കണക്കാക്കിയത് അതാണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്മാരെ കുറിച്ച് പരിശുദ്ധ റമളാനിലും തോന്നിയാസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു മടിയില്ല. അവനവനെ കുറിച്ച് അവനെ ചിന്തിക്കണേയല്ല. എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കണേ. ഞാൻ എപ്പോഴും മറ്റവനെ കുറിച്ചാണ് ചിന്തിക്കണം. ഓൻ അങ്ങനെ തെറ്റില്ലേ, എന്നിട്ട് എന്തിനാ ഞങ്ങൾ അവനെ? അവനതല്ലേ പഠിച്ചവൻ. എന്റെ തെറ്റ് അതിനേക്കാൾ വലുതാണ്. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവന്റെ തെറ്റ് കാണാൻ കഴിയില്ല. കാരണം എന്റെ തെറ്റ് അവന്റെ തെറ്റിനേക്കാൾ വലുതാ. അപ്പൊ എനിക്ക് കാണാൻ കഴിയില്ല. അപ്പൊ സഹോദരന്മാരെ, അവിടെ എത്തണം നമ്മൾ. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറണം. നാലാമത്തെ വിഷയം, നോമ്പുകൊണ്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന നാലാമത്തെ വിഷയം ഇസ്തിജാബത്തു ദുആ. ദുആക്ക് ഉത്തരം കിട്ടേണ്ടിയിരുന്നു. പരിശോധിക്കണ്ട. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചല്ലോ, എല്ലാ നോമ്പുകാരന് എന്തുണ്ട്? വലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ ലാ തുറദ്. നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരനൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത ലാ തുറദ്, അത് തള്ളപ്പെടൂല. തള്ളപ്പെടൂല. റസൂലുള്ളാഹി പറഞ്ഞതാ. റസൂലുള്ളാഹി കളവ് പറയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. തള്ളപ്പെടാത്ത ഒരു പ്രാർത്ഥനയുടെ അധികാരം ആർക്കുണ്ട്? നോമ്പുകാരൻ. നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്തായി? ഞാൻ 25 കഴിഞ്ഞു, 26 25 വിഷയം ഞാൻ അള്ളാഹിനോട് പറഞ്ഞു. ഒന്ന് പരിശോധിച്ച് നോക്കി, ഏതൊക്കെ അള്ളാഹ് സ്വീകരിച്ചെന്ന്. ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം, പുനഃപരിശോധന നടത്തണം. പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അതെന്റെ ജീവിതത്തിൽ വന്നുപോയോ പരിശോധിക്കണം. 5-ാമത്തെ വിഷയം ലൈലത്തുൽ ഖദറാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിലെ ഏറ്റവും മധുരമുള്ള അനുഭവം ലൈലത്തുൽ ഖദറാണ്. ഏറ്റവും മധുരമുള്ള അനുഭവം ലൈലത്തുൽ ഖദർ. മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും വലുത് ലൈലത്തുൽ ഖദർ. എന്തുകൊണ്ട്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അതാണ്. അങ്ങനത്തെ ഒരു സംഗതി വേറല്ല. ഒരു മനുഷ്യൻ ഒരു പൂർണ്ണ ആയുസ് ഇപ്പൊ ജീവിച്ചാലും കൂടി അത്ര കിട്ടൂല കേട്ടോ. 83 വർഷവും 4 മാസവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച കിട്ടൂല. പൂർണ്ണമായി ജീവിച്ചാൽ കിട്ടൂല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. ആ ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടിയോ?
കിട്ടിയോന്ന് ചോദിച്ചാൽ അത് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നോ, അത് അന്വേഷിച്ചോ, ആ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞാൻ പരിഗണിച്ച് ചെയ്തോ ഇല്ലേ, പരിശോധിക്കേണ്ടതാണ്. ആറാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നോമ്പുകാരനെ കുറിച്ച് സന്തോഷം പറയുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു തആല നോമ്പുകാരനെ കുറിച്ച് പറയണം, ഉൻളുറു യാ മലായികതി ഇലാ അബ്ദി തറക തആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജ്ലി. നോക്കി മലക്കുകളെ, എന്റെ അടിമകളെ. ഇത് അള്ളാന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം മനുഷ്യന്മാരെയാണ്. ആരെക്കാൾ? മനുഷ്യന്മാരാണ് ഇഷ്ടം. അതുകൊണ്ടാണ് യാ ഇബാദി എന്ന് വിളിച്ചേ അല്ലാഹ് പറയുള്ളൂ. എന്റെ യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ പറയാം, ഈമാനുണ്ടെങ്കിൽ, സ്നേഹം കൊണ്ടാ. മാത്രമല്ല, ഏതുപോലെ നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടി നല്ല കാര്യം ചെയ്താൽ നമ്മള് കുറച്ചൊരു ഒരു വികൃതിയൊക്കെ ഉള്ള അതിന്റെ മൂത്തവനെ വിളിച്ച് പറയല്ലോ, നോക്കടാ അന്നേക്കാൾ ചെറുത്, എന്നിട്ട് ഓൻ ചെയ്തോ നോക്ക്, എത്ര നല്ല കാര്യമാണ് എന്നെ. അള്ളാഹ്ക്ക് ഉപമ പറഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞ. അല്ലാഹു തആല നമ്മളിലേക്ക് നോക്കി പറയാ, നോക്കി എന്റെ അടിമകളെ. എവിടുന്ന്? ഇതൊന്നുമല്ല, അറഫയിൽ നിന്നാണ് ഏറ്റവും നല്ല പറച്ചില്. അതാണ് ഏറ്റവും വലിയ, ഏറ്റവും നല്ല പ്രദേശം, ഏറ്റവും നല്ല ദിവസം ഏതാ? അറഫയാണ്. വല്ലാത്ത ദിവസം. അന്ന് അള്ളാഹു വൈകുന്നേരം ഇങ്ങനെ നോക്കി പറയും, കണ്ടോ ജടക്കെ പിടിച്ച് ആകെ പൊടി വരണ്ട് ദാഹിച്ച് വലഞ്ഞ് എന്റെ അടിമകളെ കണ്ടോ ഈ മരുഭൂമിയിൽ വന്ന് നിൽക്കണ്. അതേപോലെ അള്ളാഹു നോമ്പുകാരനെ കുറിച്ച് പറയാ, നോക്കൂ മലക്കുകളെ. എന്നിട്ട് പറയാ, അള്ളാഹു പറയാ, ഉഷ്ഹിദുക്കും യാ മലായികതി അന്നി ഖദ് ഗഫർതു ലിഅബ്ദി. മലക്കുകളെ, നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, എന്റെ ഇന്ന അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാണ്. 6 അനുഭവം ഞാൻ പറഞ്ഞു. 6 അനുഭവം. ഈ 6 അനുഭവവും 29 നോമ്പ് തുറക്കണത് വരെ നമ്മളെ മനസ്സിലിട്ട് നമ്മളിങ്ങനെ കളിക്കണം. ഇത് 6 കൊണ്ട്. അല്ലെങ്കിൽ 30 നോമ്പ് തുറക്കണത് വരെ നമ്മളെ മനസ്സിലിങ്ങനെ ഇട്ട് കളിക്കണം. എന്നിട്ട് ഇങ്ങനെ പരിശോധിക്കണം, പടച്ചോനെ ഇനി ഞാൻ എന്താ ചെയ്യാം? ലൈലത്തുൽ ഖദ്ർ ഇല്ല, ഇന്നുണ്ട്, ഇനിയൊരു ദിവസം കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് കിട്ടും. അതല്ലേ നമ്മൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി, അല്ലെ? അള്ളാഹിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, എന്താ? അന ഇൻദ വന്യ അബ്ദി ബി. അള്ളാഹ് പറഞ്ഞതാ, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെയാണ് ഞാനുള്ളത്. അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ളത് അവൻ ആഗ്രഹിച്ചു കൊള്ളട്ടെ. എന്ത് സ്നേഹ റബ്ബിന് നിങ്ങൾ ആലോചിച്ചു. റബ്ബിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കൂലേ? തല കുനിക്കണ്ടേ? റുക്കൂ ചെയ്യണ്ടേ? സുജൂദ് ചെയ്യണ്ടേ? പക്ഷെ നമ്മളെ റുക്കൂവിനും സുജൂദിലൊന്നും റബ്ബിന്റെ സ്നേഹം ഉണ്ടാകില്ല. കാരണം എന്താ? ഇത് മനസ്സിലാക്കിയല്ല, അതൊരു യാന്ത്രികമാണ്. മാറണം. യാന്ത്രികതയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ദൈവീകതയിലേക്ക്, ആത്മീയതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. റബ്ബിനോടുള്ള കടുപ്പമുള്ള സ്നേഹത്തിന്റെ പകരമാണ് എന്റെ സുജൂദ്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. വല്ലാത്ത പദം, മറന്നുപോകരുത്. മുഅ്മിനീങ്ങൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തതാണ്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. മറക്കരുത് ഇനി ആരും. റഹീം എന്ന് പറഞ്ഞാൽ കരുണയാണ്. എന്റെ റബ്ബ് കാരുണ്യവാനാണ്. വദൂദ്, അതൊരു വല്ലാത്ത പദം, നിങ്ങൾ മറന്നുപോകരുത് ആ പേര്. വദൂദ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ഇനി എനിക്ക് മലയാളത്തിലൊന്നും പദമല്ല. അങ്ങനെ സ്നേഹിക്കുന്നവനാണ് ആര്? നമ്മൾ മറന്നുപോകരുതിന്. യാ റബ്ബ് എന്നൊക്കെ വിളിക്കണതിന് പകരം നമുക്ക് യാ റഹീം, യാ വദൂദ് എന്ന് വിളിക്കണം. വദൂദ്. അപ്പൊ അള്ളാന്റെ സ്നേഹം അങ്ങനെ കിട്ടും. അല്ലയോ എന്നെ സ്നേഹിക്കുന്ന റബ്ബേ, എന്നെ കടുപ്പത്തിൽ സ്നേഹിക്കുന്ന റബ്ബേ. കുടുങ്ങുന്ന സമയത്ത് നമ്മൾ റബ്ബിനോട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും, യാ റബ്ബ്, യാ റഹീം, യാ വദൂദ്, യാ വദൂദ്. അള്ളാഹുവിന് ഒരുപാട് അസ്മാകൾ നൽകിയത് അതിനു വേണ്ടിയാണ്, അല്ലെ? അള്ളാഹുവിന്റെ അസ്മാകളിൽ ഏറ്റവും ഉന്നതമായത് ഏതാ സഹോദരന്മാരെ? അള്ളാഹുവിന്റെ അസ്മാകളിൽ ഏറ്റവും ഉന്നതമായത് ഹയ്യ് ഖയ്യൂം. അതുകൊണ്ടാണ് ആയത്തുൽ കുർസി ഏറ്റവും നല്ല ആയത്തായത്. ഖുർആനിൽ ഏറ്റവും ഉന്നതമായ ആയത്ത് ഏതാ? ആയത്തുൽ കുർസി. ഇനി ഇതൊന്നും നമ്മൾ മറന്നു പോരുത്. ഇതൊന്നും ക്വിസിന് വേണ്ടി പഠിക്കല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പഠിക്കും. ഖുർആനിലെ ആയത്തിൻ മിൻ ആയാത്തില്ലാ,
ഏറ്റവും ഉന്നതമായ ആയത്തുൽ കുർസിയ. ഏറ്റവും അള്ളാഹുവിന്റെ ഉന്നതമായ നാമം ഹയ്യ് ഖയ്യൂം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട ദിക്റിൽ ഒക്കെ ഒരു ബുക്ക് കിട്ടിയില്ലേ ചെറിയ, അല്ലേ? കിശലുണ്ട് എല്ലായിടത്തും. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് കീശയിൽ വെച്ച് മനസ്സിലതാകുന്നത് വരെ കീശയിൽ വെച്ച് ചെല്ലണം. ഒരു മാസങ്ങൾ കീശയിൽ വെച്ച് ചെല്ലിയാൽ പിന്നെ അത് മനസ്സിലാവും. അതിലുണ്ടാവും രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ഒരു പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായിട്ടുള്ളവനെ ഖയ്യൂമായിട്ടുള്ളവനെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാണ്, അള്ളാഹുവിന്റെ സ്നേഹം. അപ്പോ സഹോദരന്മാരെ, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ആ രൂപത്തിൽ നമുക്ക് പരിശുദ്ധ റമദാനിനെ ഒന്ന് വിലയിരുത്തി നോക്കാൻ സാധിക്കണം. റമദാനിന് ശേഷം സഹോദരന്മാരെ, നമുക്ക് ഈ റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു അവസ്ഥ നിലനിർത്താനാവണം. അതാണ് നമ്മളിനി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട സംഗതി. അതെങ്ങനെ സാധിക്കും? അതാണ് നമ്മൾ ഈ ദിവസം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പം റമദാനിൽ നോമ്പൊക്കെ നോറ്റ് റമദാനിലെ മുസ്ലിമീങ്ങളും ഷവ്വാലിലെ മുസ്ലിമീങ്ങളും അങ്ങനെയല്ല. നമ്മളെല്ലാ കാലത്തും എന്താണ്? ഒരേ മുസ്ലിമാകണം. റമദാനിലായാലും ഷവ്വാലിലായാലും ഒക്കെ നമുക്ക് ഒരേ അവസ്ഥയാണ്, ഒരു വ്യത്യാസവുമില്ല. നമ്മൾ ആ വ്യത്യാസമില്ലാത്ത ഒരവസ്ഥ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി തീർക്കും? അതാണ് നമ്മൾ ആലോചിക്കേണ്ട സംഗതി. വളരെ ചുരുക്കി ഞാൻ പറയാം, നിങ്ങളെ മനസ്സിലുണ്ടാകാൻ വേണ്ടി ചുരുക്കി പറയണം. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട്. 5 കാര്യങ്ങൾ. ഒന്നാമത്തേത്, പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം സ്ഥിരമാക്കൽ. ഇപ്പത്തെ പറയണ്ടല്ലോ, ഇപ്പൊ എല്ലാവരും പള്ളിയിൽ തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞാലോ, റൂമിൽ നിന്ന് എല്ലാ പണിയും കഴിഞ്ഞിട്ട് മുസല്ല വിരിച്ച് അല്ലാഹു അക്ബർ. അത് മാറണം. പള്ളിയാണ് നമ്മുടെ അൽ മസ്ജിദു ബൈതു കുല്ലി തഖിയ്യിൻ, റസൂലുള്ളാഹിന്റെ വാക്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയാണ് എല്ലാ സൂക്ഷ്മതയുള്ള മനുഷ്യരുടെയും യഥാർത്ഥ വീട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പള്ളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ പള്ളിക്കനെ പോകും. പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ വീടാണ്. ആരാ അള്ളാഹു? ആ അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചത്. ആ അള്ളാഹുവിനെയാണ് നാം കാണാൻ ആഗ്രഹിക്കുന്നത്. ആ അള്ളാഹുവിന്റെ സ്നേഹമാണ് നാം കൊതിക്കുന്നത്. ആ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് പൊറുക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ആ അള്ളാഹു നമുക്ക് തരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ അള്ളാഹു നമുക്ക് റിസ്ക് നൽകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ അള്ളാഹുവാണ് നമ്മുടെ എല്ലാം. എന്നിട്ട് ആ അള്ളാഹിന്റെ വീട്ടിൽ പോകാൻ നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള്, അയാളവിടെ ഉണ്ട് ആ വീട്ടില്. ആ വീട്ടിൽ പോകാൻ നമുക്ക് ഇഷ്ടമാണോ വെറുപ്പാണോ? വെറുപ്പാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ പോകണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വെറുപ്പാണെന്നാ. ആരോട്? ആ വീട്ടിലുള്ള ആളോട്, അല്ലേ? ഇത് ചെറിയ ലോജിക്ക, വലിയൊരു ബുദ്ധിയൊന്നും വേണ്ടത് മനസ്സിലാക്കാൻ. ആ വീടിനകത്തേക്ക് ഞാൻ കയറുന്നില്ല, എന്റെ അടുത്ത് കൂടെ പോയാൽ കയറൂല, അയ്യ അല സ്ഥലത്ത് കേട്ടാൽ കയറൂല, റൂമിന്റെ തൊട്ടടുത്ത് എന്നാലും ശ്രദ്ധല്ല. ആ വിഷയത്തിലൊരു എന്താ കാരണം? കാരണം ആ വീട്ടിലുള്ളവനോട് എനിക്ക് എന്തല്ല? ഇഷ്ടമല്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, അങ്ങനെ ഇഷ്ടമല്ലാത്ത റബ്ബിനോട് റബ്ബനാന്ന് നമ്മൾ പ്രാർത്ഥിച്ച റബ്ബ് കേൾക്കണോ? പണ്ടല്ലോ, ബാധ്യതല്ല റബ്ബിന് കേൾക്കാൻ. അപ്പൊ അവിടെ സഹോദരന്മാരെ, ഒന്നാമത്തെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പള്ളിയുമായുള്ള ബന്ധം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ റമദാൻ നമ്മൾ അള്ളാഹുവിനെ ഒരുപാട് ദിക്ർ ചെയ്തു, ഓർത്തു, അള്ളാഹിന്റെ ഇതുപോലുള്ള സദസ്സുകളിൽ ഒരുമിച്ച് കൂടി പങ്കെടുത്തു, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ കേട്ടു. കേൾക്കാൻ ആവേശമാണ്. എത്ര ബുദ്ധിമുട്ടിയായിരിക്കണത്, എന്നാലും നമുക്ക് ഇഷ്ടമാണ് ഇരിക്കാൻ. പ്രശ്നമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, ഉള്ളതൊക്കെ നമ്മൾ സഹിക്കും. ഇനി അങ്ങോട്ടോ, ഷവ്വാലായ പിന്നെ ഇതൊന്നും വേണ്ട, പിന്നെ ഖുർആൻ വേണ്ട, ദിക്ർ വേണ്ട, ഉത്ബോധനം വേണ്ട, ഒന്നും വേണ്ട. അത് നമ്മൾ മാറണം. നമ്മൾ ശരിക്കും ചിന്തിക്കുക. ചുരുങ്ങിയ ദിവസത്തിൽ 5 മിനിറ്റ് രാവിലെയും 5 മിനിറ്റ് വൈകുന്നേരവും അള്ളാഹുവിന് ദിക്ർ ചെല്ലാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. 5 മിനിറ്റ് 24 മണിക്കൂർ എന്ന് ചോദിക്കുന്നത് 5 മിനിറ്റ്. അത് നമ്മൾ അനുഭവിച്ചാലുണ്ട്, അത് വല്ലാത്ത ആസ്വാദനമാണ്. അതനുഭവിച്ചാൽ
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കും. അള്ളാഹു നമ്മളെ സ്നേഹിക്കും, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കും. എന്നിട്ട് അള്ളാഹു നമ്മളും തമ്മിൽ ഭയങ്കര സ്നേഹം. അങ്ങനെ സ്നേഹമായി കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾ ദിക്ർ ചൊല്ലി നോക്കൂ, പിന്നെ അത് വിടാൻ കഴിയില്ല. കാരണം അത്ര കടുപ്പായിരിക്കും സ്നേഹം. പിന്നെ ആര് തകർക്കാൻ ശ്രമിച്ചാലും എന്ത് സമയം എനിക്കൊഴിവില്ല, ഞാൻ ചെറിയ ഒരു 5 മിനിറ്റ് പണിയുണ്ട് എന്ന് പറയാം. എന്ത് 5 മിനിറ്റ് പണി? 5 മിനിറ്റ് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ. ബുക്റത്ത് അസ്സീല്, രാവിലെ വൈകുന്നേരം 5 മിനിറ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ തീരുമാനം എടുക്കണം, നല്ല കരുത്തോടു കൂടി. നോക്കുക അങ്ങനെയൊന്നുമല്ല, പറ്റൂന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഉണരും ആ സമയത്ത്. അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം. ഇനി ഞാൻ ഉണരും, ഞാൻ റെഡിയാണ്. കാരണം ഇനി ഞാൻ സ്വർഗത്തിലേക്ക് പോകണ്ടേ. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറച്ച് ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ? ദുബായിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. എന്തേ? ആ ദുബായിലേക്ക് പോകുമ്പോൾ ദുബായിലേക്ക് പോകണ ഒരു ക്വാളിറ്റി വേണം. യെസ്, അതന്നെ. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു ക്വാളിറ്റി വേണം. അതെന്താ? റബ്ബുമായുള്ള ബന്ധം. അപ്പോഴേ റബ്ബെ നമ്മളെ പരിഗണിക്കുള്ളൂ. അവിടെ റബ്ബെ നമ്മൾ പരിഗണിക്കണ്ടേ? കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബ കേട്ടില്ലേ, അവസാനം സ്വർഗത്തിലെത്തുന്ന ആളെ പരിഗണിക്കുന്ന രീതി. സുബ്ഹാനല്ലാഹ്, അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്ന ആളെപ്പോലും അള്ളാഹു പരിഗണിക്കുന്ന രീതി ആലോചിച്ച് നോക്കൂ. അപ്പൊ സഹോദരന്മാരെ, അതിന്റെയൊക്കെ മുമ്പ് സ്വർഗത്തിലെത്തണം എന്നല്ലേ നമ്മളെ കൊതി അല്ലേ? ആഗ്രഹിക്കണം, അങ്ങനെയല്ലേ? അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം, ഓർക്കണം, ദിക്ർ ചെയ്യണം. നല്ല കരുത്ത് വേണം, എനിക്ക് പിടിച്ചു നിൽക്കണം, ഹിമ്മത്ത് വേണം. നല്ല ഞാൻ പറയണ്ടേ ഹിമ്മത്ത് എന്താന്നുള്ളത്. ഹിമ്മത്ത് നഷ്ടപ്പെടുന്നതാണ് നമ്മളെ വലിയ പ്രശ്നം. നമുക്ക് പറയാം എന്താന്നുള്ളത്. ദിക്ർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലൽ മാത്രമല്ല. ദിക്റുകളിൽ ഏറ്റവും ഉന്നതമായത് പരിശുദ്ധ ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽനാ അദ്ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽനാ, നിശ്ചയമായും നാം അവതരിപ്പിച്ചിരിക്കുന്നു അദ്ദിക്റ, ദിക്റിനെ. ഏതാ ദിക്ർ? അല്ലാഹു അവതരിപ്പിച്ച ദിക്ർ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. സഹോദരന്മാരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കല്ല, വായിച്ചു നോക്കാനുള്ള ഒരു പുസ്തകമല്ല, അതിന്റെ ഭാഷയിലുള്ള അർത്ഥം വായിക്കേണ്ട ഒരു ഗ്രന്ഥം എന്നൊക്കെയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചതാണല്ലോ. ഖുർആൻ പ്രകാശമാണ്, നൂറാണ്. ഖുർആൻ ഹുദയാണ്, ഗൈഡ് ലൈനാണ്, സന്മാർഗം കാണിച്ചു തരുന്നതാണ്. ഖുർആൻ ശിഫയാണ് അല്ലെ? ഖുർആൻ ഫുർഖാനാണ്, സത്യവും അസത്യവും വേർതിരിച്ചു തരാനുള്ള സാധനമാണ്. ഇതൊക്കെയാണ് ഖുർആൻ. ഈ ഖുർആൻ സഹോദരന്മാരെ ദിക്റായി കണ്ട് ആ ഖുർആൻ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. ഇപ്പൊ നമ്മളങ്ങനെ ആയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വെളിച്ചം തന്നു, ഒരു ടോർച്ച്. അതാണല്ലോ ഖുർആൻ. സ്വർഗത്തിലേക്ക് പോകാനുള്ള ടോർച്ച് ലൈറ്റ് ആണ് എന്ത്? ഖുർആൻ. ഈ ടോർച്ച് ലൈറ്റ് നമ്മളിങ്ങനെ വീട്ടിൽ അടക്കി മടക്കി വെച്ചു. കൊല്ലത്തിൽ ഒരിക്കങ്ങനെ എടുക്കും, എന്നിട്ട് ഒരു ആവർത്തി വായിക്കും. നമ്മൾ പറയാം, ഓ എന്റെ ഖത്തം തീർന്നു പറയും. അൽഹംദുലില്ലാഹ് എന്റെ ഖത്തം തീർന്നു, എന്റെ എടുത്തിന്നാ ചോദിക്കാം. മത്സരമാണ് വീട്ടിൽ, അങ്ങോട്ട് വീട്ടും. ഖത്തം തീർക്കണതിൽ മത്സരം വേണ്ടതല്ല, വേണ്ടതാണ്. പക്ഷെ അവിടെ അവസാനിക്കാൻ പാടില്ല. എന്നിട്ട് പിന്നെ എടുക്കണ അടുത്ത റമളാനിൽ അത് പൊടിയൊട്ടിയൊന്ന് ശരിയാക്കി വെക്കണത്. ഈ ടോർച്ച് കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? നമ്മൾ ദുബായിൽ പോയപ്പോ നല്ലൊരു ടോർച്ച് ഉണ്ട് ഇതൊക്കെ. എന്നിട്ട് നമ്മൾ കുടുംബത്തോട് പറഞ്ഞതാ, നല്ലൊരു ടോർച്ചാണ്, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകരുത്, പ്രാണികളൊന്നും വരരുത്, പാമ്പുമുത്തുകളൊന്നും കുത്തരുത്, ആകെ പ്രശ്നം കള്ളന്മാരൊന്നും വരരുത്, ടോർച്ച് ഉണ്ടായ ശരി. ആ ടോർച്ച് വളരെ മനോഹരമായി കൊണ്ടുപോയ അതേ ബോക്സിൽ തന്നെ മനോഹരമായി ഷെൽഫിൽ വെച്ച് പൂട്ടിയാലോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതാണ് ഖുർആൻ. ഖുർആൻ പറയുന്നു ഖുർആനെ കുറിച്ച്, ലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധ ഖുർആനെ നാം ചിന്തിക്കാനും പഠിക്കാനും എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ പഠിക്കാൻ, ചിന്തിക്കാൻ? ഉണ്ടോ ആരെങ്കിലും? മുസ്ലിമീങ്ങളോട് ചോദിച്ചാൽ ഒറ്റ മറുപടി പറയാം, അല്ലാതെ ഞാൻ റെഡിയാണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എന്റെ എനിക്ക് സമയമല്ല, ഒരുപാട് എക്സ്ക്യൂസുകളാണ് മനുഷ്യൻ. ഞാൻ തിരക്കാണ്, ഞാൻ ഓഫീസിൽ അങ്ങനെയാണ്, ജോലി ഇങ്ങനെയാണ്, വീട്ടിൽ വന്നാൽ അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ ആകെ പ്രശ്നമാണ്.
ആകെ പ്രശ്ന. എത്ര ദിവസം പ്രശ്നം? ഇത് തുള്ളിയ എത്ര തുള്ളും? എത്ര തുള്ളും? ഈ പ്രശ്നക്കാരൻ എത്ര തുള്ളും? ചട്ടിയിലെത്തുന്നവരെയല്ലേ ചെള്ളി തുള്ളല് അല്ലേ? പിന്നെ തുള്ളാൻ പറ്റൂല. കാരണം ചട്ടിയിലിട്ട് വെച്ചാ പിന്നെ ചെള്ളി പിന്നെ നമുക്ക് തിന്നാനുള്ള. അതേമാതിരിയാണ് എത്ര തുള്ളും? ഹത്താ സുർത്തുമുൽ, എല്ലാവർക്കും അറിയാം അതൊക്കെ. ഹത്താ സുർത്തുമുൽ മഖാബിർ, അത്രേ തുള്ളുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് തുള്ളൂല. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ അനുസ്മരണം എഴുതും, അല്ലെങ്കിൽ പറയും അദ്ദേഹം മരിച്ചിട്ട് 2 വർഷമായി, അദ്ദേഹം അതായിരുന്നു. ഇന്നുകൊണ്ട് പേപ്പറിൽ ഒരുപാട് ആളുകളെ കുറിച്ച് അയാൾ ഭയങ്കരമായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വരും. വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. അള്ളാഹു താലാന്റെ അടുത്ത് എത്തണം, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണം. അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ സഹോദരന്മാരെ നമ്മൾ ടോർച്ചാക്കി ഉപയോഗിക്കണം. അതാണ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹുവിന്റെ ചോദ്യമാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് നിങ്ങൾ തദബ്ബുർ നടത്തുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതോ നിങ്ങളുടെ മനസ്സുകൾക്ക് നിങ്ങൾക്ക് പൂട്ടിട്ടിട്ടാണോ? ഖുർആനെ കുറിച്ച് ചിന്തിക്കുമ്പോ പൂട്ട്, അല്ലാത്ത ചിന്തിക്കാനൊക്കെ ഭയങ്കര വിഷയം. എന്ന് ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ വീടിന്റെ പ്ലാനൊക്കെ എത്ര കാലമായി മനസ്സിൽ കണ്ടിട്ട്. എത്ര ബെഡ്റൂം വേണം, എവിടെ ഇരിക്കണം ബെഡ്റൂം, ഏത് ഭാഗത്തേക്കാണ് ഫേസ്, എങ്ങനെ വേണം ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച സഹോദരന്മാരെ, ഈ ലോകത്ത് നിർണയിക്കപ്പെടാത്ത ആയുഷ്കാലത്ത് ജീവിക്കാനുള്ള വീടിന്റെ പ്ലാനും പദ്ധതിയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന നാം കൃത്യമായി പടച്ചതമ്പുരാൻ വ്യവഹരിച്ചു തന്നിട്ടുള്ള പരലോക ജീവിതത്തിലെ വീടിനെ കുറിച്ച് ചിന്തിച്ചോ? ആലോചിച്ചോ? ആരെങ്കിലും ആലോചിച്ചണോ? അങ്ങനെ ഒരു വീട്, അവിടെ ഒരു വീടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 4 സെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ വീട്, പായ വിരിച്ചെങ്കിലും കിടക്കണം കുട്ടികളെ കൂടെ, എന്നാ പിന്നെ ഇവിടെ തന്നെ പോകായിരുന്നു എന്ന്. പക്ഷെ പോകൽ എങ്ങോട്ടായിരിക്കും? പലരും പോയത് നമ്മൾ കണ്ടില്ലേ? അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമോ? ഇന്നലെ വൈകുന്നേരം എൻ്റെ ഒരു സഹോദരൻ മരിച്ച്. ഞാൻ മക്കയിൽ പഠിക്കണ കാലത്ത് വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം ദീനിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, വലിയ മനുഷ്യനായിരുന്നു. എനിക്ക് മനസ്സിലേക്ക് ദഹിക്കണില്ല അദ്ദേഹത്തിന്റെ മരണം. ഞാൻ അങ്ങനെ ഓരോന്ന് കാണാണ് അദ്ദേഹത്തിന്റെ. എന്റെ മനസ്സിലിങ്ങനെ വരും അദ്ദേഹത്തിന്റെ ഓരോ വാചകങ്ങൾ. ഏത് സമയത്തും ജോലി കഴിഞ്ഞാൽ മുഴുവൻ ദീനായിരുന്നു മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാണ്. നമ്മളൊക്കെ അവസ്ഥ സഹോദരന്മാരെ, നമ്മൾ ഈ ദുനിയാവിന് വേണ്ടി ഓടുമ്പോൾ നമ്മൾ ദീന് മറന്നുപോയി. വലിയ ആൾക്കാരൊക്കെ അവസ്ഥ അതാണ്. ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് യഥാർത്ഥ ജീവിതം മറന്നുപോയി. യഥാർത്ഥ ജീവിതം ഇതല്ല, ഇതിപ്പോ അവസാനിക്കും. എപ്പോഴാന്ന് പറയാനും കൂടി കഴിയില്ല. ഈ സംസാരം ഞാൻ നിർത്തുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടുന്ന് ആരൊക്കെ എഴുന്നേറ്റ് പോകും, സ്വന്തം ആരോഗ്യത്തിൽ കൂടെ അല്ല വേറെ കുറെ ആൾക്കാർ താങ്ങി പിടിച്ച് ആരൊക്കെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇതാണ് ഈ ജീവിതം. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തിലേക്ക് വെളിച്ചം വീശുന്ന, വെളിച്ചം കാട്ടിത്തരുന്ന, സ്വർഗത്തിലേക്കുള്ള ടോർച്ചായ പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകി. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ തദബ്ബുർ ചെയ്യണം. ഖുർആൻ തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാൽ ഖുർആൻ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവില്ല എന്ന് ആരും പറയരുത്, ആർക്കും മനസ്സിലാവും. വളരെ സിമ്പിളാ ഖുർആൻ. എന്തും ഖുർആനിലുള്ള ഓരോ വാചകവും ഭയങ്കര സിമ്പിളാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ മനസ്സിലാവുന്നു മാത്രം. ഓരോരുത്തർക്ക് അവരവരുടെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനെ ഉൾക്കൊള്ളാൻ കഴിയും. സഹോദരന്മാരെ, നമ്മൾ രണ്ടാമത്തെ വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനുമായി ആ രൂപത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കണം. എവിടെയെങ്കിലുമൊക്കെ ഖുർആനെ കുറിച്ച് പഠിക്കുന്ന ക്ലാസ്സുകളോ അവസരങ്ങളോ സന്ദർഭങ്ങളോ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നിലെങ്കിലും ഞാൻ സംബന്ധിക്കുമെന്ന് ഈ സദസ്സിൽ നിന്നുള്ളൊരു പ്രതിജ്ഞയുമായാണ് നമ്മൾ പോകേണ്ടത്. ആഴ്ചയിൽ ഒന്ന് എവിടെയെങ്കിലും, എവിടെയായാലും മതി. ഞാൻ എന്ന സ്ഥലത്ത് പോകണമെന്നും പറഞ്ഞു. ഖുർആൻ പഠിക്കുന്ന, ഖുർആനിന്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന, യഥാർത്ഥ സോഴ്സിൽ നിന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കപ്പെടുന്ന രീതിയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ തന്നെ തീരുമാനിക്കണം. പ്രയാസം ഉണ്ടാവും, ചിലപ്പം ഉറക്കം ലേശൊന്നും ഒഴിവാക്കേണ്ടി വരും. വെള്ളിയാഴ്ച അത് ശരിയാവില്ല, ക്ലാസ് ശരിയാക്കണം. നമ്മൾ ശരിയാക്കണം. കാരണം കൂട്ടരെ സ്വർഗത്തേക്ക് പോണ്ടേ?
സ്വർഗത്തിലേക്ക് നമുക്ക് പോണ്ടേ? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളൊന്ന് അതിനനുസരിച്ച് ശരിയാക്കണം. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. എല്ലാവരും ശ്രമിക്കണം അതിനുവേണ്ടി. എവിടെയാണ് അത് അന്വേഷിക്കുക? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന ആഴത്തിൽ ഖുർആനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഖുർആൻ എന്ന് പറഞ്ഞ പുസ്തകം, ഞാൻ പറഞ്ഞ പുസ്തകമല്ല, പുസ്തകത്തിൽ അർത്ഥം പറഞ്ഞു തീർക്കേണ്ട ഒരു സാധനമല്ല. അത് പുസ്തകത്തിൽ അർത്ഥം പറഞ്ഞ് ദുനിയാവിലേക്ക് നോക്കേണ്ട സാധനമാണെന്ത്? ഖുർആൻ. പുസ്തകത്തിൽ അർത്ഥം പറഞ്ഞ അവിടെ അതിന്റെ അർത്ഥം എന്നതാണ്, അവിടെ നിൽക്കരുത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും രാപ്പകലുകളുടെ വ്യത്യാസത്തിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാൻ അർത്ഥം പിടിക്കും പതിയോ പോരാ, നമ്മളിങ്ങനെ നോക്കണം. രാപ്പകലുടെ വ്യത്യാസത്തിൽ ദൃഷ്ടാന്തമുണ്ട്. രാവും പകലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചിന്തിക്കണം, ആലോചിക്കണം. അതാണ് ഖുർആന്റെ പഠനം. അങ്ങനെ രാവും പകലൊക്കെ ചിന്തിച്ചാൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ അവസാനം പറഞ്ഞു പോകും, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പഠിച്ചോനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, അതുകൊണ്ട് നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. ആ രൂപത്തിലുള്ള പഠനം ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും തീരുമാനിക്കണം. അപ്പോഴാണ് നമ്മുടെ നോമ്പ് ഫലവത്താകുള്ളൂ. അപ്പൊ നോമ്പ് സ്വീകരിച്ചോ, നോമ്പ് സ്വീകരിക്കപ്പെടുമോ, ഉപകാരപ്പെടുമോ എന്നറിയാനുള്ള രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ വിഷയം, എല്ലാ ദിവസവും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ദുആ എന്നുള്ളത് മനുഷ്യൻ എല്ലാ ദിവസവും ചുരുങ്ങിയത് 2 മിനിറ്റെങ്കിലും, ഞാൻ ദിക്ർ പറഞ്ഞത് 5 മിനിറ്റ്, ദുആ 2 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും 2 മിനിറ്റെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്യും. ചോദിക്കുക അള്ളാഹിനോട് എന്തെങ്കിലുമൊക്കെ. ഒരുപാട് കാര്യം ആവശ്യമുണ്ടല്ലോ. മലയാളത്തിലോ എന്ത് ഭാഷയിലും ചോദിക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതിന്റെ ആശയം ഉൾക്കൊണ്ട് ചോദിച്ചാൽ അത് ഭയങ്കര ചോദ്യമാണ്. അല്ലാതെ വെറുതെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ആണെങ്കിൽ പറ്റില്ല. അതിന്റെ ആശയം ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പുറമെ നരകത്തിൽ നിന്നുള്ള, അതാണല്ലോ ഒരു മുസ്ലിമിന് ആവശ്യം. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, വല്ലാത്ത രസമുള്ള പ്രാർത്ഥനകൾ അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ട, പ്രാർത്ഥനകൾ പഠിക്കണം, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നബിയുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. നല്ല ശ്രദ്ധിച്ചോളൂ, ഇതൊരു ഭയങ്കര ടച്ചുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഹവ്വുലി, ഒരു റിവായത്തിൽ നിഅമതിക എന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഹവ്വുലി ആഫിയതിക, അല്ലെങ്കിൽ തഹവ്വുൽ നിഅമതിക. അല്ലാഹുവേ, നീ എനിക്ക് തന്ന സൗഖ്യം എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലെങ്കിൽ അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ അനുഗ്രഹം എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാത്ത പ്രാർത്ഥന. നമ്മളിപ്പോ നല്ല ആരോഗ്യമുണ്ട്. ഏതൊക്കെ അണുക്കളാണ്, രോഗാണുക്കൾ നമ്മളെ ശരീരത്തിലുള്ളത് നമുക്കറിയാം. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊന്തി വരുമ്പോഴാണ് നമ്മൾ ഒരു ബയോപ്സി, അപ്പോഴാണ് അറിയാം. നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഹവ്വുലി ആഫിയതിക, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഹവ്വുൽ. പിന്നെ വഫുജാഅതി നിഖ്മതിക, അടുത്ത വാചകം. ഈ അറബി അറിയില്ലെങ്കിൽ ആ വാചകമെങ്കിലും ഓർത്ത് ദുആ ചെയ്യും. വഫുജാഅതി നിഖ്മതിക, പൊടുന്നനെ ഉണ്ടാകുന്ന നിന്റെ ശിക്ഷ. പെട്ടെന്നൊരു രോഗം, പെട്ടെന്നൊരു പ്രയാസം, അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, നിന്റെ എല്ലാത്തരം കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷിച്ചു. അള്ളാഹുവിന്റെ കോപം നമ്മൾ ഭയപ്പെടണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾ കൊതിക്കണം എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്. സ്നേഹം കിട്ടാനുള്ള പ്രാർത്ഥനയും പഠിച്ചു. ഈ പ്രാർത്ഥന നമ്മൾ മറന്നുപോകരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഹവ്വുലി ആഫിയതിക് വഫുജാഅതി നിഖ്മതിക് വജമീഇ സഖതിക്. അറബി ഇങ്ങനെ ഓർക്കാൻ പറ്റാത്തതുകൊണ്ട് മലയാളമെങ്കിലും ഓർത്ത് അള്ളാഹിനോട് പറയും, അല്ലാഹുവേ, ഈ നിയമത്തൊക്കെ ഇജ്ജ് തന്നതാ, ഈ നിയമത്തൊക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നത് എനിക്ക് പേടിയാണ്, പോയിക്കൂടാ. അല്ലാഹുവേ, ഈ ആരോഗ്യം നീ തന്നതാ, ഈ ആരോഗ്യം പെടുന്നനെ പോയിക്കൂടാ. വഫുജാഅതി നിഖ്മതിക്, പെടുന്നനെ എനിക്കൊരു ശിക്ഷ വന്നുകൂടാ റബ്ബേ. വജമീഇ സഖതിക്, പഠിച്ചോനെ, നിന്റെ കോപത്തെ ഞാൻ ഭയപ്പെടും. ഇൻഷാ അല്ലാഹ് അങ്ങനെ പ്രാർത്ഥിക്കണം. അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം, പരിശുദ്ധ റമളാൻ അവസാനിക്കുന്നതോടുകൂടി ഖുർആന്റെ വായന അവസാനിക്കുന്നു.
പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നതോടെ ഖുർആന്റെ വായന അവസാനിക്കുന്നു. ഇപ്പൊ റമദാനിൽ നമ്മൾ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസ് ഓതിയിരുന്നു എല്ലാവരും, അല്ലേ? ഒരു ജുസ്, കാരണം 30 ഒപ്പിക്കാൻ വേണ്ടി ഒരു ജുസ്. ശരി, റമദാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജുസ് ഓതാൻ നേരം ഉണ്ടാവില്ല. വേണ്ട, എന്തെങ്കിലും സ്ഥിരം 10 ആയത്ത് ഓതിക്കോ. 10 ആയത്ത് അങ്ങനെ നമുക്ക് തീരുമാനിച്ചോളൂ. ഇൻഷാ അല്ലാഹ് 10 ആയത്ത്. അപ്പൊ 5 മിനിറ്റ് ദിക്റായി, 2 മിനിറ്റ് ദുആയായി, പിന്നെ 10 ആയത്ത്. 10 ആയത്ത് വളരെ എളുപ്പമാണ്, ഒരു പ്രയാസമില്ല. എത്ര പേജ് നമ്മൾ ഒരു ദിവസം പേപ്പർ വായിക്കുന്നുണ്ട്? വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഏതൊക്കെ പേപ്പർ വായിക്കും? ഇത് വായിക്കിടുന്ന എല്ലാം വായിക്കും. പുറമെ നാട്ടിൽ നിന്ന് ഏതേ വന്നാൽ അതും വായിക്കും. ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നം ഖുർആനോ നേരല്ല. സാധനം മുഴുവൻ വായിക്കണതിന് നേരം. അതിന്റെയൊക്കെ പുറമെ സകല ന്യൂസ് അവറിൽ ന്യൂസും കാണും, എല്ലാ വിവരവും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഇവരോട് എന്ത് ചോദിച്ചാലും ആളൊരു ജീവനുള്ള ജീക്കയാണ്. എന്തുണ്ടാവും ചോദിച്ചാൽ. എന്നാലോ ഖുർആനെ കുറിച്ചൊന്നും പറയും. അതിന് സമയമല്ല, വായിക്കാൻ നേരമില്ല, പഠിക്കാൻ നേരമില്ല. നമ്മൾ മാറണം കൂട്ടരെ, മാറണം. ഇൻഷാ അല്ലാഹ് നമ്മൾ മാറും. ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിച്ചാൽ മാറും. നമ്മൾ മനസ്സുകൊണ്ട് നല്ല കരുത്തോടു കൂടി വിചാരിച്ചാൽ മാറും. അപ്പൊ ഒരു 10 ആയത്ത് എല്ലാ ദിവസവും എന്ത് ചെയ്യാം? ഓതാം. അങ്ങനെ ആയാൽ തന്നെ കുറെ കഴിയുമ്പം പരിശുദ്ധ ഖുർആൻ തീരും. നിങ്ങൾക്കറിയാം, ഖത്മ് ഖുർആന്റെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഖുർആൻ അവസാനിക്കുന്ന സമയത്ത് സഹാബികൾ ചെയ്തിരുന്ന രീതി നിങ്ങൾക്കറിയാം. അറിയോ? ഖുർആൻ ഓതി തീരണമെന്ന് നമ്മൾ എന്താ ചെയ്യല്? നമ്മളെ നാട്ടിലൊക്കെ വേണ്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീരനെ കൊടുക്കല. ചീരനെ പറഞ്ഞാൽ അറിയാം, മധുരമുള്ള എന്തെങ്കിലും സാധനമൊക്കെ എല്ലാവർക്കും. സഹാബത്ത് ചെയ്തിരുന്നത്, വീട്ടിൽ വരും, എല്ലാവരെയും വിളിച്ചു വരുത്തും, മക്കളെയും കുട്ടികളെയും കുടുംബത്തൊക്കെ വിളിച്ചു. എന്നിട്ട് അവസാനത്തെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് അവിടെ വെച്ച് ഓതുക. അവിടെയാണ് അവസാനിക്കുക ഖുർആൻ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്യും. അറിവല്ലാത്ത ദുആ ആയിരിക്കും. ഒറ്റ പ്രാവശ്യങ്ങൾ ചെയ്തു നോക്കി. നാട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഓതി ഖുൽ അഊദു ബിറബ്ബിന്നാസിന്റെ അവിടെ നിർത്തുക. മനസ്സിലായില്ലേ? നാട്ടിൽ ചെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടതാ ഇന്ന് ഖുർആൻ അവസാനിക്കുന്ന ദിവസമാണ്. അന്തം വിടും. അള്ളാന്റെ ബർക്കത്ത് ഇങ്ങനെ വരും വീട്ടിൽ അറിയാതെ. കാരണം നമ്മൾ ചെയ്ത പ്രവർത്തനം അത്ര വലുതാണ്. സഹാബത്ത് ചെയ്ത പ്രവർത്തനം നമുക്ക് ചെയ്യണ്ട. ഇൻഷാ അല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്, വല്ലാത്ത രംഗം. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനാണ്. അബ്ദുള്ള എന്ന പേര്. വലിയ പണ്ഡിതനായിരുന്നു. റസൂലുള്ളാഹിന് ഭയങ്കര സ്നേഹമായിരുന്നു. മുത്തബിഉ സുന്ന എന്ന ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. സുന്നത്തിനെ പിൻപറ്റുന്ന അദ്ദേഹം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉപ്പയാണ് എന്നെ മുഅ്മിനാക്കിയതെന്ന്. ഒരു വാപ്പനെ കുറിച്ച് മോൻ പറയാനുണ്ട്, ഉപ്പയാണ് എന്നെ മുഅ്മിനാക്കി. നമ്മളെ മക്കള് പറയോ? പറയണ്ടേ നമ്മളെ മക്കള്? അപ്പൊ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒരു സംഗതി നമ്മൾ ചെയ്യണം, മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ഖുർആൻ പാരായണമാണ്. മറ്റേ വലിയ വിഷയം നമുക്ക് ഒരുപാട് തവണ പറഞ്ഞതാണല്ലോ. നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മക്കളെ ദീനുമായിട്ട് നമ്മൾ ദുനിയാവുമായിട്ടെല്ലാം ചെയ്യും. കുട്ടികളെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും, ടെക്സ്റ്റൈൽസ് കൊണ്ടുപോകും, ടോയ്സ് കടയിൽ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകും. എന്താ മോനെ വേണ്ടതൊക്കെ വാങ്ങിക്കോ ഒക്കെ പറയും, അല്ലേ? കാരണം എന്താ? നമ്മളെ സന്തോഷം കിട്ട് നിറഞ്ഞൊഴുക. നമുക്ക് സ്നേഹിക്കണം മക്കളെ. സ്നേഹിക്കാൻ അപ്പോഴേ കഴിയുള്ളൂ. ഒരു മാസം, കൊല്ലത്തിലൊരു മാസം, അല്ലെങ്കിൽ 3 കൊല്ലം കൂടുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുക. അപ്പം കിട്ട് സ്നേഹം. ശരി, വേണ്ടാന്ന് ഞാൻ പറയില്ല. അതോടൊപ്പം ഒന്നും കൂടി ചെയ്യണം. എന്താ അറിയോ? ആ മോന്റെ കയ്യും പിടിച്ച് മരിച്ച നമ്മളെ വാപ്പാന്റെ കബറിന്റെ അടുത്ത് പോയി നിൽക്കണം. മരിച്ച നമ്മളെ വാപ്പാന്റെ കബറിന്റെ അടുത്ത് പോയി നിൽക്കണം. എന്നിട്ട് മോനോട് പറയണം, മോനെ ഇതിന്റെ ഒപ്പന്റെ കബറാ. എന്റെ ഒപ്പനെ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഉപ്പനെ പറഞ്ഞു കൊടുക്കണം, ഇന്ന ആളാണ് ഉപ്പ, ഇന്ന കാര്യമൊക്കെ ചെയ്ത് ഉപ്പാന്റെ കബറ. കൈ പൊന്തിക്കുക, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായിരിക്കും അതിന്റെ ഫലം എന്നറിയങ്ങൾ? അത് ഭയങ്കരമായിരിക്കും അതിന്റെ ഫലം. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയണം. നമുക്ക് അതൊന്നും മടിച്ചു നിൽക്കരുത് നമ്മൾ. കാരണം ഇതൊക്കെ നമ്മളെ സ്വന്തം വിഷയമാണ്. നമ്മളവിടെ പോയി കിടക്കേണ്ടവരാ. നമ്മളവിടെ കിടക്കുമ്പോൾ നമ്മളെ മക്കളെ നമുക്ക് വന്ന് വേണ്ടി എന്ത് ചെയ്യണം? വേണ്ടേ? ആഗ്രഹമല്ല എല്ലാവർക്കും ദുആ ചെയ്യണം. ശരി, അപ്പൊ നമ്മൾ ശീലിപ്പിക്കണം. പോട്ടെ, അത് വേറെ വിഷയം. നമ്മളെ വിഷയം ഖുർആനിലേക്ക് നമ്മൾ തിരിച്ചു വരാം. അപ്പൊ നമ്മൾ 10 ആയത്ത് എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ ഓതണം. ഇനി അങ്ങനെയാണ് തീരുമാനിക്കുക. നമ്മൾ റമദാൻ കഴിഞ്ഞോടുകൂടി 10 ആയത്ത് ഓതും. 5-ാമത്തെ വിഷയം,
ഒരു നല്ല ദീനുള്ള കൂട്ടുകാരൻ എല്ലാവർക്കും വേണം. സ്നേഹിതൻ, കൂട്ടുകാരൻ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കേണ്ട സംഗതിയല്ല, ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ സ്നേഹിതൻ ഒരു ക്വാളിറ്റി പറയാനുണ്ട്, ഒരു ക്വാളിഫിക്കേഷൻ. എന്താ? ദീനുള്ള ആളായിരിക്കും. ദീന്റെ വിഷയത്തിൽ നമ്മളോട് നസീഹത്ത് നടത്തുന്ന ഒരു കൂട്ടുകാരൻ. അത് ചെയ്ത് ശരിയായില്ലോ നമ്മൾ മുഖത്ത് നോക്കി പറയണം. ഇനി നമുക്ക് പ്രയാസം തോന്നരുത്. അത് നീ ചെയ്ത് ശരിയല്ല, ആ ബാങ്കിൽ നിന്ന് നീ ലോൺ എടുക്കാൻ പാടില്ലായിരുന്നില്ല, പലിശയല്ലേ, പലിശ എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ. അവൻ നമ്മളെന്ത് ചെയ്തു? നരകത്തുനിന്ന്. അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഫജ്ർ നിസ്കരിക്കാൻ നമ്മൾ നീറ്റില്ല ഒരു ദിവസം, സാധാരണ നീക്കാൻ 2 ദിവസം നീറ്റില്ല. അപ്പൊ അവൻ നമ്മളെടുത്ത് വന്നിരിക്കണം, നമ്മോട് പറയണം പ്രയാസം വേണേ, ശരി സാധാരണ ചെയ്യുന്നതല്ല, പക്ഷെ എന്ന് നിനക്ക് വന്നു പോയത്, പക്ഷെ നിന്റെ മനസ്സിലൊരു പ്രയാസമാണ്, ഭയങ്കര പ്രയാസം. ഞാൻ ഇനി എങ്ങനെ അള്ളാന്റെ മുമ്പിൽ നിൽക്കും? ലജ്ജ കൊണ്ട് തല താഴ്ത്തണം, ഭയങ്കര ബുദ്ധിമുട്ട് വേണം. അവന്റെ ഫജ്ർ ഒന്ന് പോയല്ലോ. അത് പറയാൻ നമുക്കൊരു സ്നേഹിതൻ വേണം, ഒരു സുഹൃത്ത്. ഖുർആൻ ക്ലാസ്സിന് പോകാൻ ഒരു മടി, അപ്പൊ നമ്മളെ കൊണ്ടുപോകാൻ ഒരാൾ, എന്നാ പോലെ എന്ന് പറയാൻ ഒരു കൂട്ടുകാരൻ, അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ. ഇതൊക്കെ ഹദീസാണ് ഞാൻ ഈ പറയണോ കേട്ടോ, എന്റെ വക ഒന്നും പറയല്ല. അതാണ് 5ാമത്തെ വിഷയം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ സഹോദരന്മാരെ റമദാൻ കഴിയുന്നതോടുകൂടി ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ എന്തൊക്കെ 5 കാര്യം? 1, പള്ളിയുമായുള്ള ബന്ധം. 2, ഖുർആനുമായുള്ള ദിക്ർ, അള്ളാഹുവിന്റെ ദിക്റാ ഞാൻ പറഞ്ഞു. അപ്പൊ ദിക്റിൽ ദിക്ർ വിട്ടു, ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ. അത് പഠിക്കണം, ഖുർആൻ വായിക്കല്ല, വായിക്കണം നമ്മൾ വേറെ പറഞ്ഞു, ഖുർആൻ പഠിക്കണം. 3ാമത്തത് ദുആ ചെയ്യും, 2 മിനിറ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യും. 4ാമത്തത് 10 ആയത്തെങ്കിലും ഖുർആൻ നമ്മൾ ദിവസം എന്ത് ചെയ്യണം? ഓതണം. 5ാമത്തത് നല്ല കൂട്ടുകാരനെ വേണം. ഇനി സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിനോട് സബാത്തിനെ ചോദിക്കാം. ഇത് നമ്മൾ തീരുമാനിച്ചാൽ, അങ്ങനെ നമ്മൾ ഉറച്ചാൽ ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് അള്ളാഹുവിനോട് സബാത്തിനെ ചോദിക്കണം. എന്താ സബാത്ത് എന്ന് പറഞ്ഞാൽ? ഇതിൽ നിലനിൽക്കണം, നമുക്ക് പോകാൻ പാടില്ല, വ്യതിചലിച്ചു പോകാൻ പാടില്ല. മനുഷ്യന്റെ മനസ്സാണ് എന്ത് ചെയ്യുന്നത്? വ്യതിചലിക്കണം. മനസ്സിനെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചത്, മനുഷ്യന്റെ കൽബ് അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. ഹദീസാണ് ഇട്ടത്, അള്ളാഹിന്റെ വിരലുകൾക്കിടയിൽ. അള്ളാഹിന്റെ വിരൽ എങ്ങനെയെന്നൊന്നും ചോദിക്കരുത്, നമുക്കറിയില്ല എങ്ങനെ, വിരലുകൾക്കിടയില. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വാചകം യുഖല്ലിബുഹാ കൈഫ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന പോലെ അള്ളാഹ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ മനസ്സും എന്താവും? മാറും. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. അറിയാലോ, റസൂലുള്ള എല്ലാ നമസ്കാരവും അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു, യാ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലയോ മനസ്സിനെ മാറ്റിമറിക്കുന്നവനെ, എന്റെ മനസ്സിനെ നീ പിടിച്ചു നിർത്തണമേ. അപ്പൊ സബാത്തിനെ റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് വേണം ചോദിച്ചാൽ, 1ാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനിൽ ഒരു പെണ്ണിന്റെ കഥ പറയുന്നുണ്ട്. ആ കഥ നമ്മളെ മനസ്സിലുണ്ടാണ്. ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ പണി വസ്ത്രം ഉണ്ടാക്കലായിരുന്നു. നെയ്ത് ഇങ്ങനെ വസ്ത്രം ഉണ്ടാക്കും. എന്നിട്ട് ഖുർആൻ പറയുന്നു, വലാ തകൂനു, വിശ്വാസികളെ നിങ്ങൾ ആകരുത്, കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, നന്നായി നെയ്ത് മനോഹരമായി ഒരു വസ്ത്രം ഉണ്ടാക്കി, എന്നിട്ട് ഉടനെ തന്നെ അവൾ ആ വസ്ത്രം ഇങ്ങനെ അഴിച്ച്, ഓരോ പിരി അഴിച്ച് എന്താക്കി? നൂലാക്കി. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. മനസ്സിലായോ പറഞ്ഞ എന്താ? ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്തു? മനോഹരമായ ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി, അതിമനോഹരമാണ്. റമദാൻ 29 നിങ്ങൾ ആ വസ്ത്രം ഒന്ന് ഇങ്ങനെ ഉയർത്തി നോക്കൂ, അതിമനോഹരമായിരിക്കും ആ വസ്ത്രം. അങ്ങനത്തെ ഒരു വസ്ത്രം ഉണ്ടാവില്ല വേറെ. പക്ഷേ ശവ്വാൽ മുതൽ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? അങ്ങനെ എടുക്കുക, ഓരോ നൂലിങ്ങനെ എടുത്തെടുത്ത് എന്തായി? ഖുർആന്റെ പ്രയോഗം, ഖുർആൻ പറഞ്ഞതാ. അങ്ങനെ നിങ്ങളാകരുത്. എത്ര മനോഹര അള്ളാഹ് പറഞ്ഞെന്ന രീതി നിങ്ങൾ ആലോചിച്ചു. നമ്മളത് തീരുമാനിക്കണം സഹോദരന്മാരെ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ശൈത്താനാണ് നമ്മളെ 1ാമത്തെ ശത്രു. നമ്മൾ പല ആളുകളെയും ശത്രുവാന്നാ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ശത്രുവാണ്, മറ്റോനെന്റെ ശത്രുവാണ്, ഇവനെന്റെ ശത്രുവാണ്, അല്ലെ, അയൽവാസി ശത്രുവാണ്, തൊട്ടപ്പുറത്ത് കച്ചവടം ചെയ്യണവൻ ശത്രുവാണ്, ആകെ ശത്രുവാണ്. പക്ഷെ യഥാർത്ഥ ശത്രു എന്തില്ല? ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. എടോ, ശൈത്താനാണ് നിങ്ങളുടെ വ്യക്തമായ
ശത്രു, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ പരിഹരിക്കണം എന്ന് പറഞ്ഞ് ശൈത്താൻ നമുക്ക് എന്തല്ല പ്രശ്നമല്ല. ശൈത്താൻ ഇപ്പൊ ചങ്ങല കെട്ടിക്ക, മുമ്പൊരു ചങ്ങല പൊട്ടിക്കുന്ന ദിവസമാണ് എന്ന് ശവ്വാലൊന്ന്. അത് ഭയങ്കര പൊട്ടിക്കലായിരിക്കും. പൊട്ടിച്ചിട്ട് ആദ്യം വരെ നമ്മളെടുക്കുക. നിങ്ങൾ വിചാരിക്കേണ്ട മാർക്കറ്റിലേക്ക് പോവും, മറ്റേ സിനിമകളിലേക്ക് പോവും, കള്ള് ഷാപ്പിലേക്ക് പോവും, ബാറിലേക്ക് പോകും എന്ന് വിചാരിക്കേണ്ട. അവിടെ ഒന്നും മുമ്പേക്ക് പണിയില്ല. പണി എവിടെയുള്ളത്? നമ്മളെടുത്താണ് മുപ്പരെ പണി. കാരണം അള്ളാനോട് അങ്ങനെയല്ലേ പറഞ്ഞതില്ല, ലഹും സിറാത്തക്കൽ അയ്യോ, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ചെന്നിരിക്കുന്ന പറഞ്ഞേ. സിറാത്തുൽ മുസ്തഖീമിലുണ്ടായോ? അവിടെ വന്നിരിക്കുക. എത്ര പെട്ടെന്ന് മനുഷ്യൻ മാറുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. പെരുന്നാൾ ആഘോഷിച്ചാൽ ആഘോഷം എന്ന പേരിലാണ് മാറുക. ആദ്യം കുറച്ച് ആഘോഷത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ആകാം. എങ്ങനെ കുറച്ചൊന്ന് പൊട്ടിക്കാം, ഒന്നങ്ങനെ ഒരു നിസ്കാരമല്ലേ, സാരല്ല, അത് പ്രശ്നം. വസ്ത്രം പെരുന്നാളിന് വാങ്ങി നമ്മളെ പിന്നെ ബ്ലൗസല്ലേ, കുഴപ്പമില്ലാന്നോ? അല്ലെങ്കിൽ പെരുന്നാളിന് വാങ്ങി ചുരിദാറല്ലേ, പറ്റൂല. നമുക്ക് പെരുന്നാളിന്റെ ചുരിദാറും പെരുന്നാളിന്റെ പാന്റും മരിച്ചോടത്തുള്ള ചുരിദാറും മരിച്ചോടത്തുള്ള ഇടാനുള്ള പാന്റും ഒക്കെ ഒന്നാ. നമുക്ക് പല സൈസില്ല, നമുക്ക് എല്ലാം ഒന്നാ. നമ്മളേറ്റവും വലിയ വസ്ത്രം എന്താ? തഖ്വയുടെ വസ്ത്രം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന കുപ്പായത്തിൽ എന്ത് വേണം? തഖ്വ ഉണ്ടാകണം. നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ തുന്നിക്കൊടുക്കുന്ന ചുരിദാറിലും സാരിയിലും ബ്ലൗസിലും പർദ്ദയിലും ഒക്കെ ആര് വേണം? തഖ്വ വേണം. നമ്മൾ നശിപ്പിക്കരുത്. പെരുന്നാളിന് പോകാൻ സാധ്യതയുള്ള ഞാൻ പറഞ്ഞത് വസ്ത്രം. പിന്നെ ആഘോഷങ്ങളുടെ പേരിൽ നമ്മളെ പത്രങ്ങളിലൊക്കെ പരസ്യം വരാൻ തുടങ്ങി. ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാ കൊല്ലവും പറയാറുള്ളതാണ്. പരസ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റുകളുടെ വലിയ പരസ്യമാണ്, വലിയ പരിപാടികളുടെ പരസ്യം. അതിന്റെ പേരും അതാണ്, ഈദ് മീറ്റിലെ ഈദ് നൈറ്റ്. സുബ്ഹാനല്ലാഹ്, ഈദ് നൈറ്റ്. ഈദിന്റെ നൈറ്റിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. മലക്കുകൾ ഇങ്ങനെ തെരഞ്ഞു നടക്കല്ലേ മനുഷ്യന്മാര്. എന്നിട്ട് കാണുമോ തെരഞ്ഞ? കാരണം വേറെ സ്ഥലത്തല്ലേ. ഈദിന്റെ നൈറ്റിൽ മലക്കുകൾ തെരഞ്ഞെടുക്കാം. അവസാനം എല്ലാ മലക്കുകളും കൂടി ഈദ്ഗാഹിന്റെ ഗേറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. വല്ലാത്തൊരു സംഭവമാണ് പഠിച്ചോണ്ട്. എന്നിട്ട് ഈദ്ഗാഹിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയാ, ഇൻസരിഫു മഗ്ഫൂർ അല്ലക്കും, ഇൻസരിഫു മഗ്ഫൂർ അല്ലക്കും. പിരിഞ്ഞു പോയിക്കോളി, വീട്ടിലേക്കല്ലേ, കുടുംബത്തിലേക്കല്ലേ, പോയിക്കോളി, മഗ്ഫൂർ അല്ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈ പരിപാടിക്കൊന്നും പോകരുത്. ഇതൊന്നും നമ്മളതല്ല, നമുക്ക് പറഞ്ഞതല്ല, നമുക്കത് പറ്റൂല എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണ് വേണ്ടത്. ആ രൂപത്തിൽ ശൈത്താനെ കാണണം. ശൈത്താനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. ബ്ലഡ്, ഈ രക്തം സഞ്ചരിക്കുന്നിടത്ത് കൂടെ ആരുണ്ട്? അപ്പൊ എല്ലായിടത്തും ഉണ്ടാവും. പള്ളി ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലായിടത്തും ഉണ്ടാവും. നമ്മളെ ഭിന്നിപ്പിക്കും, നമ്മളെ പ്രയാസപ്പെടുത്തും, നമ്മളെ ഏഷണി പരദൂഷണം. ഇപ്പം ഭയങ്കരമായി അതാണ്. അവിടെ വന്ന് ഇയാളെ കുറിച്ച് ഇങ്ങനെ പറയും, ഇവിടെ അയാളൊന്ന് പറയും, അങ്ങനെ പറയും. കൂട്ടരെ ഞാൻ ആദ്യം നേരെ പറഞ്ഞല്ലോ, നമ്മളിതൊന്നും എന്ത് ചെയ്യണ്ട, കേൾക്കണ്ട. നമുക്കിത് കേട്ടൂടാ, കേൾക്കാൻ പറ്റൂല, കേൾക്കാൻ തന്നെ പറ്റൂല. എനിക്ക് സമയമല്ല എന്ന് പറഞ്ഞോ, എനിക്കിതിന് സമയമല്ല നിങ്ങൾ പറഞ്ഞോ, നമുക്ക് സമയമല്ല. നമ്മൾ ചിന്തിക്കും വേണ്ട, എതിര് ചിന്തിക്കും വേണ്ട, പറയും വേണ്ട, ഒന്നും വേണ്ട. ഇതൊന്നും നമ്മളതല്ല, ഇതൊക്കെ ശൈത്താന്റെ പരിപാടിയാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. മൂന്നാമത്തെ വിഷയം, നമ്മളിപ്പം 4-5 കാര്യം പറഞ്ഞല്ലോ, ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു മനക്കരുത്തുണ്ടല്ലോ, അസീമത്ത്, അത് നമ്മൾ ഒരിക്കലും താഴേക്ക് വരാൻ സമ്മതിക്കരുത്. ആ ഒരു ഗ്രാഫ് ഒരിക്കലും താഴേക്ക് വരരുത്, അവിടെ പിടിച്ചു നിർത്തും. അത് പിടിച്ചു നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് ചാർജ് ചെയ്യാൻ പറ്റിയ എന്തുണ്ടോ അതൊക്കെ ചെയ്യണം. മനസ്സിലായി? ആ ഒരു ഹിമ്മത്ത്. ഞാൻ താഴേക്ക് വരൂല, എന്റെ 10 ആയിട്ട് ഞാൻ നിർത്തൂല, എന്റെ 5 മിനിറ്റ് ദിക്ർ ഞാൻ നിർത്തൂല, എന്റെ ആഴ്ചയിലുള്ള ഒരു ഖുർആൻ ദർസ് ഞാൻ നിർത്തൂല. എന്ത് തന്നെ വന്നാലും എന്ത് ചെയ്യാൻ പാടില്ല, നിർത്താൻ പാടില്ല. അവിടെ നിൽക്കണം. അതിനുള്ള ഒരു ഹിമ്മത്ത് നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ആ ഒരു ഹിമ്മത്ത് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടാതെ, അതാണ് ശരിക്കും വേണ്ടത്. ഹിമ്മത്ത് വളരെ പ്രധാനമുള്ളൊരു വിഷയം, മനസ്സിന്റെ ഹിമ്മത്ത്. അള്ളാഹിനോട് എപ്പോഴും ചോദിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കും വേണം. പക്ഷേ മനസ്സിന് കരുത്ത് തരാൻ വേണ്ടി അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. മനസ്സിന് കരുത്ത് തരാനുള്ള ഒരുപാട് പ്രവർത്തനം അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. ആ രൂപത്തിലായിരിക്കണം. അവസാനമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനമല്ല, തുടക്കമാണ്.
റമദാനാണ് കഴിഞ്ഞോട് ഒക്കെ കഴിഞ്ഞു, ഇനി നിസ്കാരമില്ലെന്നോ, അങ്ങനല്ല. അത് തുടങ്ങുകയാണ്. നമ്മൾ തുടങ്ങി എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്, അവസാനിച്ചു എന്നല്ല. തുടങ്ങുകയാണ് നാം. എന്തിന്? നിസ്കരിക്കാനും നോമ്പ് വെക്കാനും സദഖ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങുകയാണ്. ശക്തമായ തുടക്കം. ആ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും മുൻഗണന നൽകേണ്ടത് ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിനായിരിക്കണം. എന്തെങ്കിലും ഒരു നല്ല ദീനീ പ്രവർത്തനം എല്ലാവരും ചെയ്യാൻ തീരുമാനിക്കണം. എന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് ഒരാൾക്ക് കൊടുക്കുക, ഒരു CD എടുത്ത് ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലോ ഖുതുബയിലോ കേട്ട ഒരു സംഗതി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ഒരു സംഗതി ചെയ്യാതെ വിശ്രമിക്കുക. ആരും വിശ്രമിക്കുക. അങ്ങനെ ഒരു സംഗതി എല്ലാവർക്കും ഉണ്ടാകും. എന്തെങ്കിലും സ്വതമര ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളല്ല കാരണക്കാരാക്കും. പല ഹിദായത്ത് നമ്മളെ കാരണക്കാരാകും. എനിക്ക് കഴിഞ്ഞ ദിവസം ഈ റമദാനിലൊരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ദുബായിലുള്ള ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു മാനേജർ ഡോക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ നാട്ടിലേക്ക് പോയി, ഇന്ത്യയിലേക്ക് പോയി, മംഗലാപുരത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം സാധാരണ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, നിങ്ങൾ ഇസ്ലാമാണ് യഥാർത്ഥ നല്ല മതം. ഇയാളിങ്ങനെ എല്ലാ ഇന്റർവ്യൂവിന് വന്നവരോടും എന്ത് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറാണ്, അവരോട് പറഞ്ഞു അങ്ങനെ. അത് ഭയങ്കരമായി അവർക്ക് സ്ട്രൈക്ക്. ഇയാൾ പോകുന്ന ഉടനെ ഈ ഡോക്ടർ ഇയാളെ വിളിക്കാനേ തുടങ്ങി. നിങ്ങൾ എന്തൊരു സംഗതി പറഞ്ഞല്ലോ, ഇസ്ലാമാണ് യഥാർത്ഥ മതം, ഗോഡ് ദൈവം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അള്ളാഹ്. ഇയാൾ ആകെ 2 കാര്യമായിട്ട് പറയാം, അതേ അയാൾ പറയലുള്ളൂ. യഥാർത്ഥ മതം ഇസ്ലാമാണ്, ഗോഡ് ദൈവം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അള്ളാഹ് എന്ന് പറയണമെന്ന്. ഇത് രണ്ടും ഇയാൾ ഇന്റർവ്യൂ ചെയ്യുന്ന എല്ലാവരോടും പറയത്ര. അപ്പൊ അങ്ങനെ ഇയാളെ വിളിച്ചപ്പോ ഇയാൾക്ക് അധികം പിന്നെ സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പൊ അയാൾ എന്നെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനൊരാളെ തരാം, ഇത് കുറച്ചുകൂടി നന്നായി പറയാൻ പറ്റിയൊരു സ്ത്രീയെ തന്നെ ഞാൻ തരാം. ഒരു സ്ത്രീയാണല്ലോ അപ്പുറത്തുള്ളത്. അങ്ങനെ ഈ സ്ത്രീയുമായി അവർ സംസാരിച്ചു. വല്ലാത്ത അനുഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണമാണ്. ഒരു വാക്ക് പറയേണ്ട കാരണമാണ് ഒരാളെ ഹിദായത്തിലാക്കുക. ഒരു 4-5 ദിവസം മുമ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ സംഭവം. അത് തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇയാൾ ഒരു 1.5-2 മണിക്ക് നിരന്തരം വിളിക്കുന്നുണ്ട് രാത്രി. അപ്പൊ എന്താ വെച്ചപ്പം ഈ സ്ത്രീക്ക് ഷഹാദത്ത് ചെല്ലണം, മുസ്ലിമാണ്. ഞാൻ പറയാം, അങ്ങനെ പെട്ടെന്ന് മുസ്ലിമാവാൻ പറ്റില്ല. അതെന്ത് മുസ്ലിമാണ്? പറ്റില്ല, അത് സംസാരിക്കണം. അപ്പൊ സംസാരിച്ചു നോക്കുമ്പോൾ ഇവർക്ക് മുസ്ലിമായേ തീരുള്ളൂ.